വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിന് പിന്നാലെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായി. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ തന്റെ നിലപാടൊന്ന് മയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ചർച്ചകൾ വീണ്ടും പല രൂപത്തിൽ സജീവമാവുകയാണ്. ഇപ്പോൾ SYSന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ അബ്ദുൽ ഹക്കീം അസ്ഹരി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം നമുക്കറിയാം, നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നേ? വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായി പരിചയമുള്ളതിൽ നിന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതല്ല നാവിലൂടെ പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വീട്ടിലും എല്ലാം ധാരാളം മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലോ മാത്രം പറഞ്ഞതായിരിക്കാം. അദ്ദേഹം തന്നെ അത് തിരുത്തിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മേലുള്ള ചർച്ചകളും അന്വേഷണങ്ങളും മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് പകരം അദ്ദേഹത്തോട് തന്നെ ഒന്നുകൂടെ ചോദിച്ചാൽ അത് തിരുത്തപ്പെടും. ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രചോദിക്കേണ്ടതാണ്, ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണോ? സമസ്ത ഈ വിഷയത്തിൽ എപ്പോഴും ചെയ്തു വരുന്ന ഒരു രീതി കൂടുതൽ ഹൃദയങ്ങളെ അടുപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും കേരളത്തിൻ്റെ ചരിത്രത്തെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾ പ്രതികരിച്ച് കിട്ടാനായിരിക്കാം ഒരുപക്ഷെ അവരാഗ്രഹിക്കുന്നത്. അപ്പം അത്തരം വിഷയങ്ങളെ ചർച്ചയാക്കാതിരിക്കുമ്പോൾ തീർച്ചയായും അത് അപ്രത്യക്ഷമാവും. മലപ്പുറത്തിനെതിരെയുള്ള വിദേശ പരാമർശങ്ങൾ, അത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കൂടുതൽ വലിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ടതില്ല, അത് ഓൺ ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.